2025 26 മലയാളികൾ കേരള നാടിന്റെ ജനങ്ങൾ തീരുമാനിക്കും ഇടതും മതിയായി വലതും മതിയായി. ഞാനിത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് അതിശയം. 35 കൊല്ലം LDF ഭരിച്ച കൊല്ലം, അതല്ലേ കാരണം. ജിജിനും പ്രശാന്ത് എല്ലാം പറഞ്ഞു ഇവിടെ എന്തു നടന്നു. പക്ഷെ ഈ എലക്ഷന്റെ സമയം, എല്ലാ 5 കൊല്ലം ജനാധിപത്യ സംവിധാനത്തിൽ ഒരു എലക്ഷൻ നടക്കല്ലോ. ജനങ്ങൾ എന്ത് വിശ്വസിച്ചിട്ടാണ് എലക്ഷൻ ഒരു വോട്ട് കൊടുക്കുന്നത്? ഒന്ന് ആലോചിക്കൂ. എല്ലാ 5 കൊല്ലം ഒരു സാധാരണ വോട്ടർ, കൊല്ലം നിവാസി, നമ്മുടെ എവിടെയാണെങ്കിലും ഒരു സാധാരണ വോട്ടർ എന്താണ് പ്രതീക്ഷ? ഞാൻ ഈ തവണ വോട്ട് കൊടുത്താൽ, ഈ ആൾക്കോ ഈ പാർട്ടിക്ക് ഒരു വോട്ട് കൊടുത്താൽ എന്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസം വരും, എന്റെ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവരുണ്ടാവും, എന്റെ നാടിനെ നന്നാക്കും. ഇതെല്ലാം വിശ്വസിച്ചാണ് വോട്ട് കൊടുക്കുന്നത്. അങ്ങനെ LDF എത്രയോ തവണ ജനങ്ങൾ വിശ്വസിച്ചിട്ട് അവർക്ക് അവസരം കൊടുത്തു. കഴിഞ്ഞ 10 കൊല്ലം നോക്കൂ, എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ LDF ആണ്. എന്നിട്ട് നിങ്ങൾ തന്നെ പറയൂ, എന്തെങ്കിലും ശരിയായോ? തെരുനായ ശല്യത്തിനെ കുറിച്ച് പറഞ്ഞു, സ്ട്രീറ്റ് ലൈറ്റിനെ കുറിച്ച് പറഞ്ഞു, റോഡിനെ കുറിച്ച് പറഞ്ഞു. അഴിമതി കാണാൻ ഞാൻ വിചാരിച്ചു കോൺഗ്രസ് മാത്രമാണ് അഴിമതിന്റെ പാർട്ടി. ഇവര് LDF എല്ലാവർക്കും തെളിവ് കൊടുക്കുകയാണ്. അല്ലല്ല, കോൺഗ്രസ് അഴിമതിന്റെ ചാമ്പ്യൻ ആണെങ്കിൽ ഞങ്ങളൊരു ചെറിയ ചാമ്പ്യൻ ഒന്നല്ല, ഞങ്ങൾ ചാമ്പ്യനാണ്. അപ്പൊ അഴിമതി, കുറ്റകരമായ അനാസ്ഥ, കഴിവില്ലായ്മ, ഇതെല്ലാം ഒളിച്ചു വെക്കാൻ ഫ്രീഡം. ഇതാണ് LDFന്റെ രാഷ്ട്രീയം. നമ്മുടെ സ്റ്റേറ്റിൽ നോക്കൂ, LDF 10 കൊല്ലം ഭരിച്ചു. കടമെടുക്കാണ്ട് മുമ്പോട്ട് പോകാനുള്ള സ്ഥിതിയാണ് നമ്മുടെ നാട്. 10 കൊല്ലം എല്ലാം ശരിയാവുമെന്ന് വാഗ്ദാനം കൊടുത്ത് വോട്ട് നേടിയ LDF ഇന്ന് എന്താണ് ജനങ്ങളെല്ലാം മനസ്സിലാക്കുന്നത്? ശബരിമലയിൽ നിന്ന് 4.5 കിലോ സ്വർണം കൊള്ള ചെയ്യുന്നു. ഇതാണ് ശരിയാവെന്ന് പറഞ്ഞത്. രാജ്യത്തിന്റെ ഏറ്റവും കൂടുതൽ വിലക്കയറ്റം കേരള നാട്. ഇതാണോ ശരിയാവും എന്ന് പറഞ്ഞത്? ഏറ്റവും ഭീകരമായ തൊഴിലില്ലായ്മ, ഇതാണോ ശരിയാവും എന്ന് പറഞ്ഞത്? ജനങ്ങൾക്ക് വാഗ്ദാനം കൊടുത്ത് വഞ്ചിക്കുന്ന രാഷ്ട്രീയം ചെയ്യുന്നത് LDFും UDFും എത്ര കൊല്ലമായിട്ട് ഇവിടെ ചെയ്തു. അത് ജനങ്ങൾ മാറ്റണമെന്ന് തീരുമാനിച്ചു. ആ മാറ്റമാണ് വരാൻ പോകുന്നത് ഈ 25 ഇലക്ഷൻ, 26 ഇലക്ഷൻ.